ചിറയൻകീഴ് മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റും DCC മെമ്പറും മണനാക്ക് സ്വദേശിയുമായ അബ്ദുൽ വാഹിദ് അവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മണനാക്ക് ജംഗ്ഷനിൽ വെച്ച് അനുശോചന യോഗം കൂടുകയുണ്ടായി. കടയ്ക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് സജിയുടെ അധ്യക്ഷതയിലായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MPയും KPCC വൈസ് പ്രസിഡന്റുമായ രമ്യ ഹരിദാസ്, DCC മെമ്പർമാരായ MC ആനന്ദ്, വിശ്വനാഥൻ നായർ, രാജശേഖരൻ നായർ, വക്കം സുകുമാരൻ, ബ്ലോക്ക് മെമ്പർ അൻസാർ, ആറ്റിങ്ങൽ സുരേഷ്, കടയ്ക്കാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ, ഫിറോസ് ലാൽ, ഷിജു, പ്രകാശ്, അശോകൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ, പാലാങ്കുളം ജമാൽ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ഒരിക്കലും അദ്ദേഹം പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ ഒരിക്കൽ പോലും നഗര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമായിരുന്നു വായുവാൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെറും ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. തലമുറയിലുള്ളവർക്കറിയാം. അന്ന് ഒരു പൊതുപ്രവർത്തകനായിരുന്നു വായു. ഇതെല്ലാം നമുക്ക് പിൽക്കാലത്ത് എന്തെങ്കിലും മറ്റുള്ളവരൊക്കെ പറഞ്ഞുള്ള കേട്ടതാണ്. അതിനുശേഷം വായുമാമ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും പിന്നെയൊക്കെ ബ്ലോക്കിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ വന്നതിന് ശേഷം 1995 നേരത്തെ ഇവിടെ ഫിറോസ് ലാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് വീണ്ടും ആ പഴയ 6-ാം വാർഡിൽ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം ചെറിയ വോട്ടുകൾക്ക് അദ്ദേഹം വിജയിക്കുന്നു. 2000 ചിറയൻകീഴ് ബ്ലോക്കിലെ വക്കം ഡിവിഷനിൽ നിന്നും അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അങ്ങനെ 10 വർഷക്കാലം അദ്ദേഹം ഒരു പാർലമെന്ററി രംഗത്ത് നിൽക്കുകയും പ്രിയപ്പെട്ട അധ്യക്ഷൻ കടയ്ക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് സജിയണ്ണൻ, മറ്റു രീതിയിൽ സദസ്സിൽ നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, വാഞ്ചാക്കാട് ഈ യോഗം നമ്മുടെ കടയ്ക്കാവൂരിലെ ഒരു തീരാ നഷ്ടമാണ്. വായ്താക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് വായ്താക്കായും വൈതാക്കനാക്കിയും എല്ലാം കൂടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വാക്കെല്ലാം ഒരു കേസ് വന്നാൽ ഒരു പോലീസുകാരെയൊക്കെ കളക്ടറിനെ പിടിച്ചുകൊണ്ട് പോയാൽ അപ്പോഴേ ഓടിച്ചിട്ടുള്ളത് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാലം മുതൽ കാണാനും പരിചയപ്പെടാനും വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി ഒരുപാട് നിറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ് നമുക്ക്. അദ്ദേഹം പൊതുപ്രവർത്തകനായി, ജനപ്രതിനിധിയായി, സാമൂഹ്യ പ്രവർത്തകനായി ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിന് മാത്രം. ഓരോ ജനനവും ഓരോ മരണവും നമുക്ക് ചില പാഠങ്ങളും ഉത്തരവാദിത്വങ്ങളും തന്നു പോകുന്ന ഒന്നാണ്. ചെയ്യും എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. സാധാരണ ആളുകൾ പറയും, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കൈകൾ ഇങ്ങനെ മുറുകെ പിടിച്ച് ജനിക്കുന്നു എന്ന്. എന്താണ് അത്? ഒരാൾ നമ്മൾ നന്മകൾ ഓരോ നിമിഷങ്ങളും ആ നഷ്ടത്തിന് യോഗം അകന്നമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.